വാരിജോദ്ഭവമുഖവാരിജവാസേ ബാലേ വാരിധി തന്നിൽ തിരമാലകളെന്ന പോലെ ഭാരതീ പദാവലി തോന്നേണം കാലേ കാലേ പാരാതെ സലക്ഷണം മേന്മേൽ മംഗളശീലേ. രാമായണം ജീവാമൃതം. ഇന്ന് കർക്കടകം 1. ഭാരതീയർ ഭാഗ്യവാന്മാരാണ്, ധന്യരാണ്. ആദികവി വാൽമീകി പിറന്നതും വളർന്നതും പ്രവർത്തിച്ചതുമെല്ലാം ഇവിടെയാണ്. ആദികാവ്യമായ രാമായണം രൂപപ്പെട്ടതും വിജ്ഞാനം പകർന്നതും ഇവിടെയാണ്. പിന്നീട് വിശ്വകവിയും വിശ്വസാഹിത്യവുമായി വിരാജിക്കുകയും ചെയ്തതും ഇവിടെയാണ്. അതെ, വാൽമീകി ആർഷഭാരതത്തിലെ നിത്യജ്യോതിസാണ്. രാമായണം അനശ്വരമായ പ്രഭാമണ്ഡലവും കാഴ്ചവെക്കുന്നു. വ്യാസൻ വാൽമീകിയുടെ പിൻഗാമിയായി. മഹാഭാരതം ഈടുറ്റ സർഗ ചൈതന്യധാരയായി. സത്യത്തിൽ വാൽമീകി മഹർഷിക്കോ ആദികാവ്യത്തിനോ ഒരു അവതാരികയുടെ ആവശ്യമില്ല. രാമായണം പോലെ ബൃഹത് സ്വരൂപവും നാനാരസ വിലസിതവുമായ ഒരു മഹാകാവ്യത്തെ അനേകം കോണുകളിലൂടെ നോക്കിക്കാണാൻ സാധിക്കും. അത് ഒരേ സമയം തന്നെ ഇതിഹാസവും കാവ്യവും ധർമ്മശാസ്ത്രവും സാമൂഹ്യ ചരിത്രവും ഭക്തിഗാഥയും എല്ലാമാണ്. ചിലരുടെ കാഴ്ചപ്പാടിൽ അത് അന്യാപദേശം മാത്രം, മറ്റു ചിലർക്ക് ഗായത്രിയുടെ ബ്രഹ്മണം. ഇതെല്ലാം ശരി തന്നെയെന്ന് വയ്ക്കുക. എങ്കിലും രാമായണത്തിലെ ഓരോ കഥാപാത്രത്തിലും ഓരോ സംഭവത്തിലും പ്രതീകത്തെ ദർശിക്കുന്നവർ വാൽമീകിയുടെ ലക്ഷ്യത്തെ കവച്ചു ചാടുകയാണ്. അനേക നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ ഭാരതത്തിലെ വിവിധ പ്രദേശങ്ങളിലുള്ള വിഭിന്ന ജനവിഭാഗങ്ങൾ ഉത്തമ ജീവിതാദർശങ്ങളും ശീലമാതൃകകളും ധർമ്മനീതികളും രൂപപ്പെടുത്തുന്നതിൽ ശ്രീരാമകഥയെ വേണ്ടുവോളം ഉപയോഗപ്പെടുത്തി എന്നതിന് സംശയമില്ല. ബുദ്ധരും ജൈനരും അവരവരുടെ ജീവിത വീക്ഷണം കരുപ്പിടിപ്പിക്കാൻ രാമകഥയെ പ്രയോജനപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ത്യയിലെ വനവാസി വിഭാഗങ്ങൾക്കിടയിൽ പോലും രാമനെയും സീതയെയും രാവണനെയും ഹനുമാന്റെ വീരകൃത്യങ്ങളെയും കുറിച്ചുള്ള പാട്ടുകൾ പ്രചരിച്ചു കാണുന്നു. ശ്രീരാമചരിതത്തിനുണ്ടായ പ്രചാരത്തിൻ്റെ വ്യാപ്തിയാണ് ഇതെല്ലാം തെളിയിക്കുന്നത്. 12ാം ശതകത്തിൽ വൈഷ്ണവ ശൈവ മതങ്ങൾക്കുണ്ടായ വളർച്ചയും 14ാം ശതകത്തിൽ വംഗദേശീയനായ രാമാനന്ദൻ്റെ കാലം തൊട്ട് രാമഭക്തി പ്രസ്ഥാനത്തിനുണ്ടായ പ്രചാരവും ഇന്ത്യയിലൊട്ടാകെ ഭക്തിപ്രസ്ഥാനത്തിന് അഭൂതപൂർവമായ വികാസം നൽകി. 12ാം ശതകത്തിൽ കമ്പർ തമിഴിൽ രാമായണം നിർമ്മിച്ചു. 15ാം ശതകത്തിൽ വംഗഭാഷയിൽ കൃത്തിവാസ രാമായണമുണ്ടായി. ഹിന്ദിയിൽ തുളസീദാസൻ്റെ രാമചരിതമാനസവും കന്നഡത്തിൽ കുമാര വാൽമീകിയുടെ തൊറവെ രാമായണവും മലയാളത്തിൽ തുഞ്ചത്തെഴുത്തച്ഛൻ്റെ അധ്യാത്മരാമായണം കിളിപ്പാട്ടും ഉണ്ടായത് 16ാം നൂറ്റാണ്ടിലാണ്. എഴുത്തച്ഛന് മുമ്പ് തന്നെ 3 രാമായണ കൃതികൾ കേരളത്തിൽ ഉണ്ടായിക്കഴിഞ്ഞിരുന്നു എന്ന വസ്തുതയും ഓർമ്മിക്കേണ്ടതാണ്. രാമചരിതം, രാമകഥപ്പാട്ട്, കണ്ണശ്വരാമായണം എന്നിവയാണ് ആ കൃതികൾ. പല രാമായണങ്ങളും രാമായണത്തെ ഉപജീവിച്ച് രചിക്കപ്പെട്ട നിരവധി കൃതികളും
കേരള ഭാഷയിൽ ഉണ്ടായിട്ടുണ്ടെങ്കിലും രാമായണം എന്ന് കേൾക്കുമ്പോൾ കേരളത്തിലെ സാമാന്യ ജനങ്ങൾ സ്മരിക്കുന്നത് തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ്റെ അധ്യാത്മരാമായണം കിളിപ്പാട്ടാണ്. കേരളീയരെ സംബന്ധിച്ചിടത്തോളം രാമായണം ജീവാമൃതമാണ്. ഈ കർക്കടക മാസത്തിൽ രാമായണം ജീവാമൃതം എന്ന പേരിൽ രാമായണ ചിന്തകൾ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. കഴിഞ്ഞ വർഷം 31 ദിവസവും രാമകഥാമൃതം എന്ന പേരിൽ രാമായണ ചിന്തകളും കഥകളും നമ്മൾ ഈ ചാനലിലൂടെ കേട്ടു. ഈ വർഷവും പറ്റുന്ന അത്രയും ദിവസം നമുക്ക് കേൾക്കാൻ ശ്രമിക്കാം. നിങ്ങളുടെ നിർദ്ദേശങ്ങളും പ്രോത്സാഹനവുമാണ് ഈയുള്ളവനെ മുന്നോട്ട് നയിക്കേണ്ടത്. അതിനായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തട്ടെ.